അങ്ങനെ 2-3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷത്തെ റംസാൻ നോമ്പ് പിടിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്കിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ബാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നേരെ പോയിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ശരിക്കും ഈ നോമ്പെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫുഡ് ഒഴിവാക്കൽ അല്ലെങ്കിൽ വെള്ളം ഒഴിവാക്കൽ മാത്രമല്ല, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ആത്മീയമായിട്ടും വ്യക്തിപരമായിട്ടും ഒക്കെ നമുക്കൊന്ന് റിഫൈൻഡ് ആകാൻ പറ്റുന്നൊരു ടൈമാണ് ഈ പറയുന്ന നോമ്പെന്ന് പറയുന്നത്. സോ രാവിലത്തെ ടൈമൊന്നും വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷേ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് എൻ്റെ 1-2 കിളികളൊക്കെ പോകാൻ തുടങ്ങി. കാരണം നമ്മൾ ഇത്രയും നാൾ ഫുഡ് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഫുഡ് ഒഴിവാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം 2-3 ദിവസം കാണും. അങ്ങനെ ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നേരെ പോയിട്ട് എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം ജോബിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ സൈറ്റിലും കയറിയിട്ട് കമ്പനികളിലേക്ക് ഞാനിപ്പം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നും ഒരു 5-6 കമ്പനികളിലേക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് നേരെ അമ്പലത്തിലൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് നേരെ കുറച്ച് പ്രസാദമൊക്കെ മേടിച്ച് തിരിച്ചു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് റിഫ്രഷായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കേണ്ട സമയമായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഇഫ്താറിനുള്ള ഫുഡെന്ന് പറയുന്നത്. അങ്ങനെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട് കഴിഞ്ഞപ്പം ഇന്നത്തെ നോമ്പ് അടിപൊളിയായിട്ട് തുറന്ന് ഇന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം നല്ലൊരു ഇത് തോന്നി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.